ഞാനിപ്പോൾ ഉള്ളത് മരിയാസ് നാച്ചുറൽസിന്റെ ഫാക്ടറിയിലാണ് കേട്ടോ. അപ്പം എനിക്കും അമ്മയ്ക്കും ഒക്കെ നല്ല മുടിയുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്, ഞാൻ വെട്ടിക്കളഞ്ഞതാണ് വർക്കിന്റെ ഒക്കെ കാര്യമായിട്ട്. അപ്പൊ ഈവൻ തോ നമ്മള് എപ്പോഴും കാച്ചി എണ്ണകളായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ട്രാവലും കാര്യങ്ങളൊക്കെ കൊണ്ട് എപ്പോഴും കാച്ചിലും ഒന്നും നടക്കത്തില്ല. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരുപാട് റിവ്യൂസ് കേട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ മറിയാസിന്റെ ഓയിലിനെ പറ്റി കേൾക്കുന്നത്, ഹെയർ ഓയിലിനെ പറ്റി. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ആലപ്പുഴയിലെ സ്ഥലം. അങ്ങനെ അതിൽ മാപ്പ് വിട്ട് നേരെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെയാണ് ഫാക്ടറി എന്ന് അറിഞ്ഞത്. അപ്പൊ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹെയർ ഓയിൽ മാത്രമല്ല, സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബേബി പ്രോഡക്ട്സ് ഉണ്ട്, പിന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും വയോ നമുക്ക് ഒരുമിച്ച് കാണാം. ആദ്യം തന്നെ ഞാൻ ഓഫീസിലേക്കാണ് പോയത്. പിന്നെ അവിടുത്തെ ചേച്ചീനെയും മക്കളെയും കണ്ടു. എല്ലാവർക്കും നല്ല ഹെയർ ആണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ചേച്ചിയുടെ മുത്തശ്ശി തൊട്ട് കൈമാറി വരുന്ന റെസിപ്പിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓഫീസ് സ്പേസിന്റെ താഴെയാണ് നമ്മളുടെ എണ്ണ കാച്ചുന്ന സ്ഥലം. അപ്പൊ ഇതിന് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. ഓരോന്നും ഞാൻ പറഞ്ഞു തരാം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് 61 മേലെയുള്ള അങ്ങാടി മരുന്നുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ മരുന്നുകളെല്ലാം കൂടെ ഒരുമിച്ച് ഇതുപോലൊരു ക്രഷറിനകത്തിട്ട് ക്രഷ് ചെയ്തെടുക്കും. അതിനുശേഷം പിന്നെ ഒരു ജ്യൂസർ പോലെ ഉണ്ട്. നമ്മളുടെ നോർമലി വീട്ടിൽ യൂസ് ചെയ്യുന്ന ജ്യൂസർ അല്ല കേട്ടോ, പക്ഷെ വേറൊരു രീതിയിൽ വലിയൊരെണ്ണം. അതിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഇതിന്റെ നീരും സത്തും വേറെ വേറെ എടുക്കുന്നതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ വന്ന ജ്യൂസ് നമ്മളുടെ ഓട്ടുരുളിയിലേക്ക് വെച്ച് അടച്ചു വെക്കും കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് എണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വിറകടുപ്പിൽ നന്നായി തിളപ്പിച്ചെടുക്കുന്നത്. ശരിക്കും തനതായ രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാബ് കാണാം. ഇവിടെയാണ് പുതിയ പുതിയ പ്രോഡക്ട്സ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ബോട്ടിലിംഗ് ചെയ്യുന്ന സ്ഥലം. താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് മോട്ടർ വെച്ചിട്ട് അടിച്ചാണ് ബോട്ടിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ നേരെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോയി. എനിക്ക് കുറച്ച് സ്കിൻ കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് പ്രിസ്ക്രൈബ് ഒക്കെ ചെയ്തു. നല്ല വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫ്ലവേഴ്സിന്റെ ക്രീമുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഓരോന്നും എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ആണ് ഇവരിവിടെ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഏകദേശം 5 വർഷത്തിന് മേളിലായി കേട്ടോ ഇവർ പ്രവർത്തനം ആരംഭിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കൺസേൺസിനുള്ളതും അതുപോലെ തന്നെ ഹെയറിന്റെ കൺസേണിനുള്ളതും പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ബേബി പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാം ഞാൻ നേരിട്ട് കണ്ടു. എല്ലാം നമ്മൾ അവിടെ തന്നെ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഏകദേശം ഒരു 16 സ്റ്റാഫുകൾ ഇതിന്റെ പിന്നിൽ ഡെയിലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3ഓളം ഡോക്ടർമാർ അവിടെ ഉണ്ട്. നേരെ ചെല്ലുന്നതാണ് എനിക്ക് തോന്നുന്നു ബെറ്റർ. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിന്റെ കൺസേൺ എന്താണെന്നും ഹെയറിന്റെ കൺസേൺ എന്താണെന്നും പറഞ്ഞ് അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് എടുക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. എനിക്ക് എന്തായാലും പ്രോഡക്ട്സ് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിയാസ് നാച്ചുറൽസ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി. ആലപ്പുഴയിലാണ് സ്ഥലം. താങ്ക്